ഫോർമുല എല്ലാ ആളുകളെയും നശിപ്പിക്കുന്നു. ഇളകാത്ത കറയും ദുർഗന്ധവും ഇല്ലാതാക്കുന്നു. ഇനി നോക്കൂ, പുതിയ ഹാപ്പി ചലഞ്ച് തയ്യാറാണ്. 3 ദിവസത്തെ ട്രിപ്പ് ഡ്രൈവ് ചെയ്യുന്നു. എന്നിട്ട് നീ പഠിപ്പിക്കില്ല. ഈ സിമ്പിൾ ക്ലിനിക്കായി തെളിയിക്കപ്പെട്ട ഫോർമുല ഉടൻ പ്രവർത്തിച്ച് ബാക്ടീരിയയോട് പോരാടി ചുവപ്പ് നിറം കുറയ്ക്കുന്നു. തികച്ചും തെളിയാതെ ചർമ്മ നൽകുന്നു. ഒരു 3 ദിവസം കൊണ്ട് വൃത്തിക്ക് വേണ്ടി മാർക്കറ്റ് മൊത്തം വാങ്ങിയോ? എന്തെല്ലാം വൃത്തിയാക്കാൻ കിടക്കുന്നു. വൃത്തിയാക്കാൻ ഒരിക്കലും തീരുകയില്ല. ഈസി ഓഫ് ബാക്ക് ട്രൈ ചെയ്തോ? ഇല്ല, പക്ഷെ അത് ചില പ്രത്യേക കാരണമുള്ളതല്ലേ. സ്വയം ട്രൈ ചെയ്ത് നോക്കൂ. ഈ പറ്റി പഠിച്ച പോയി പോകില്ല. ഈ മൂലയിൽ ഉറച്ചുപോയ അഴുക്ക്. എല്ലായിടത്തും എത്ര ഈസി. ഈസി ഓഫ് ബാക്ക് നൽകുന്നു ഇതിന്റെ വൃത്തി. വീട്ടിൽ എല്ലാ ദിവസവും എല്ലായിടത്തും ബാക്ക് അഴുക്ക് അപ്രത്യക്ഷം എല്ലായിടത്തും ഫലപ്രദം. അപ്രധാന വാർത്തകളിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്രിയങ്ക ഗാന്ധി രചിച്ച ആത്മകഥ എന്റെ കുറ്റാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പ്രിയങ്കയുടെ എന്ന ഭർത്താവ് റോബർട്ട് വധേരയാണ് ഈ വിവരം അപ്രധാന വാർത്തകളോട് കൃത്യമായി പറഞ്ഞത്. ഈ പുസ്തകത്തിൽ വളരെ നിരീക്ഷിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടെന്നും ഇത് പുറത്തിറങ്ങിയാൽ വൻ വിവാദങ്ങൾക്ക് തിരികൊടുക്കുമെന്നും പ്രിയങ്കയുടെ കുടുംബവൃത്തങ്ങൾ സൂചന നൽകുന്നു. അമേരിക്കയിലുള്ള ന്യൂ ലൈഫ് പബ്ലിക്കേഷൻ തൊട്ടിൽ നിന്നും അപ്രധാന വാർത്തകൾ ചോർത്തിയെടുത്ത പുസ്തകത്തിലെ ചില ഏടുകളിൽ അധ്യായങ്ങൾ ഓർഡറിലല്ല പ്രേമവിവാഹം, രാഹുൽ ഗാന്ധിയുടെ ദഹനം, അധികാരം പ്രയോഗിക്കുന്ന ഭർത്താവ്, അച്ഛന്റെ മരണവും നളിനി, അച്ഛനും പിന്നെ ഞാൻ, ഇതിനൊക്കെയാണ് ഞങ്ങൾ കിട്ടിയ ചില അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ. ഇതിൽ അച്ഛന്റെ മരണവും നളിനിയും എന്ന അധ്യായത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നറിയിച്ചു. രാജീവ് ഗാന്ധിയുടെ കൊലയാളികളിൽ ഒരാളായ നളിനി ശ്രീധരനെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വെല്ലൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ടായി. പ്രിയങ്ക ഗാന്ധിയുടെ ആത്മകഥയായ എന്റെ കുറ്റാന്വേഷണ എന്ന പുസ്തകത്തിലെ ചില മഹത്വചനങ്ങൾ നിങ്ങൾക്കാണ്. ഇതാണ് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി. ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമാണ്. ഇതെന്റെ അമ്മ സോണിയ ഗാന്ധി. ഞങ്ങളുടെ കുടുംബത്തിന് ആരോടും ഒന്നുമില്ല. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇറ്റലി എന്റെ മാതൃരാജ്യം. ഇറ്റലിയിലെ സഹോദരി സഹോദരന്മാർ എന്റെ അമ്മാവന്മാരും അമ്മായികളും. ഞാൻ ഇന്ത്യയെയും ഇറ്റലിയെയും ഒരേപോലെ. എനിക്ക് വോട്ടവകാശം. എന്റെ ചേട്ടന് ഒരു വോട്ടും. ഞാനൊരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി. എന്നാൽ രാഷ്ട്രീയം എന്നിറങ്ങിയാൽ എന്നെ കുറ്റപ്പെടുത്തുകയും. ഈ പുസ്തകം മുഴുവനും റിയാലിറ്റി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്റെ കുറ്റാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ബച്ചൻ കുടുംബത്തെ പറ്റി എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നറിയാനായി ബച്ചൻ കുടുംബത്തിലെ പ്രധാനികളായ ജയാ ബച്ചനും ഐശ്വര്യയും പ്രിയങ്ക ഗാന്ധിയെ സന്ദർശിക്കാൻ ഇടയുണ്ടായെന്നും അഭ്യൂഹങ്ങൾ പരത്തുന്നു. ബഹുത്തക്ക കൂടുതൽ അപ്രധാന വാർത്തകളിൽ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രമുഖ ഗായിക കെ ചിത്രയുമായി അപ്രധാന വാർത്തകൾ നടത്തിയ അഭിമുഖത്തിലാണ് കെ ചിത്ര ഈ വിധം പറഞ്ഞത്. കെ ചിത്രയുമായി അപ്രധാന വാർത്തകൾ നടത്തിയ ചിരി അഭിമുഖത്തിലേക്ക്. ഇന്ത്യൻ സംഗീതത്തിന് മലയാളം ജന്മം നൽകിയ ഗാനഗോകുലമാണ് നമ്മുടെ ഇന്ത്യയിലായ ചിത്രശേഷിയുമായി കാണാൻ എപ്പോഴും ചിരിക്കാൻ വേണ്ടതിന് വേണ്ടതിനൊക്കെ ഒരിക്കലും ചിരിക്കാൻ നമ്മുടേതായിട്ടുള്ള ചില വീക്ക് പോയിന്റ്സ് ഉണ്ട്. വീക്ക് പോയിന്റ് പക്ഷെ കുട്ടികളെ എപ്പോഴും ചിരിക്കാൻ പറ്റുന്ന ഈ വീക്ക് പോയിന്റ് ഞാൻ കുറച്ച് വളരെ ഇഷ്ടമാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ ചിരി? ഞാൻ അങ്ങനെ ആയിട്ടില്ല. എനിക്കിപ്പം വളരെ ഇങ്ങനെയാണ്. ചിരിയിൽ ഇത്രമാത്രം ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ പറയാമോ? അതെല്ലാം എനിക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും വേറെ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്പ്രഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ചിരിയുടെ കാര്യത്തിൽ കേസ് പെർഫെക്റ്റ് ആണെന്ന് വിജയിക്കുന്നു. ഞാൻ
ദേശീയ പറയുമ്പോൾ അംഗീകരിച്ചത് നല്ല എവിടെ നിന്നാണ് ചിരി പഠിക്കുന്നത്? ലണ്ടൻ ലണ്ടൻ ചിരിക്കാൻ നിർത്താൻ ആവശ്യപ്പെട്ടാൽ ഒരു കൺഫ്യൂഷൻ വരും. ഇതെങ്ങനെയുണ്ട് ചിരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും മനുഷ്യൻ ചിരിക്കാൻ പറഞ്ഞാൽ ഈ ചിരിയൊന്നും നിർത്താമോ? ടീച്ചറെ നേരിട്ട് എങ്ങനെ വളരെ ആ ലാംഗ്വേജ് അറിയില്ല. 24 മണിക്കൂറിൽ നിർത്താൻ ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയൊക്കെ ചിരിക്കുന്ന ചേച്ചി ഇതുവരെ ഏതെങ്കിലും ചിരി മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് ഈ ടൂറിസ്റ്റ് കമ്പനിക്കാരെ കലക്ടറിന് ചിരിക്കാൻ ആവശ്യപ്പെട്ട് അങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ വേണ്ടി ആയിരിക്കും. മനസ്സ് നിറയെ കുറെ ചിരികൾ ആസ്വദിക്കണം. അപ്രാവാസമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി ഒന്ന് ചിരിക്കാം. हम आपसे है एक बढ़िया പക്ഷെ പണം പോയിട്ടില്ല. നോക്കൂ, പണിയതെല്ലാം പക്ഷെ തിരക്കം വാങ്ങിപ്പോയി. നിങ്ങൾ നിങ്ങളുടെ ഡിറ്റർജന്റ് കൊണ്ട് അലക്കൂ, ഞാൻ അതിന്റെ കൂടെ ചേർക്കാം വാനിഷ്. വെറും ഒരു കരണ്ടി ഓരോ അലക്കിലും ഇതിന്റെ ആക്റ്റീവ് ഓക്സിജൻ വിട്ടുമാറാത്ത കറയും നീക്കും പുതിയ ശൈലം നൽകും. വാ, പണം പോയി, തിരക്കം വരികയും ചെയ്തു. ഇതല്ലേ പുതിയ നില നമുക്ക്? ആ, തീർച്ചയായും വാനിഷ്. Trusting, forget things. എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ സ്ട്രോങ്ങർ ഷാപ്പർ ഇപ്പോൾ തന്നിരിക്കുന്നു. അങ്ങനെ പല്ലിനോടൊപ്പം തിളങ്ങുന്ന വെണ്ണയും പൊതുവെ ആകർഷണവും ചിരിക്കുമ്പോൾ ചിരിക്കൂ. വെറും ₹1 കൊണ്ട് ജെൻസൺ പ്രമുഖ ബോളിവുഡ് താരവും കജോളിന്റെ ചാന്തനുമായ താൻ രാഷ്ട്രീയ ജയിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം ഇന്ത്യൻ രാഷ്ട്രീയ വിപണിക്ക് ആദ്യമായി സംവിധാനം ചെയ്ത യു മീ ഓർ ഹം എന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തെ തുടർന്നാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിലെത്തിയ പ്രമുഖ സിനിമാ നിരൂപകൻ അദ്വാനി പങ്കെടുപ്പോഴാണ് അക്ഷയദേവൻ പദാർത്ഥത്തിലേക്കേയില്ല എന്ന് പ്രഖ്യാപിച്ചു. അക്ഷയദേവന്റെ ഈ പ്രഖ്യാപനം മൂലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന കനത്ത നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിദഗ്ധർ വിലയിരുത്തി കഴിഞ്ഞു. ഈ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഒന്ന്, ഇന്ത്യൻ കറൻസി രൂപയായി തുടരും. 2, ഇംഗ്ലീഷ് അക്ഷരമായി 26 അക്ഷരങ്ങൾ തന്നെയാവും. 3, തികച്ചു ധരിച്ചാൽ ഉടനെ പുറത്തു വരും. 4, ഇന്ത്യയിൽ സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കും. 5, സൂര്യൻ 16 തന്നെ അസ്തമിക്കും.
അഭിനയമൊക്കെ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ലോകനമ്പറിൽ ഏറ്റവും വലിയ ത്യാഗമാണെന്ന് ഹിംസ വിശ്വാസത്താൽ വെളിപ്പെടുത്തിയതാൽ തീവ്രവാദ പ്രവർത്തനങ്ങളാൽ ദേശവിശ്വസിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാനിൽ ഈ തീവ്രവാദം ഉണ്ടാകും. അഫ്ഗാൻ ടി വി ചാനലുകളിൽ സംപ്രേഷണം ചെയ്യരുത് എന്ന ഉത്തരവിനെ തുടർന്നാണ് BBC റിപ്പോർട്ട്